റേച്ചലേ, നമുക്ക് ഈ വാടക വീടൊക്കെ മാറിയിട്ടൊരു കൊച്ചു വീട് വെക്കണം. അമ്മ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ പഠിച്ചു. എടി പറ. ഈ കല്യാണം കഴിഞ്ഞിട്ട് ഈ വാടക വീട്ടിൽ കിടക്കുന്ന മോശമാണെന്ന്. അതെ അതെ അതെ. അമ്മയായിട്ടായിരിക്കുമല്ലേ സംസാരം? ഞാനേ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയായിരുന്നു. ഓഹോ, എന്നാലേ ഞാൻ താഴെ പോയിട്ട് ഫുഡ് എടുത്ത് വെക്കാം. അപ്പോഴത്തേക്കും മമ്മിയുടെ കുഞ്ഞാവ് താഴോട്ടൊന്ന് എഴുന്നള്ളൂ. നോക്കാം. ആരോടാ? പോകുമ്പോ ബക്കറ്റും കൂടെ എടുത്തേക്കണേ. ഞാൻ അമ്മേനെ വിളിച്ചിട്ട് വരാം. ഓ ആയിക്കോട്ടെ. റേച്ചലേ, എത്തി. അമ്മ ഞാൻ കഴിച്ചിട്ട് വിളിക്കാവേ. എപ്പോഴും മമ്മീനോട് പറയാൻ മാത്രം എന്തത്ര വിശേഷം? അത് ഫ്രെഡിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താ? അത് ഞങ്ങൾ പെൺപിള്ളേരൊക്കെ മനസ്സിലാവും. എപ്പോഴും മമ്മീനോട് പറയാൻ മാത്രം എന്തത്ര വിശേഷം? ഫ്രെഡി ചോദിച്ചത് ശരിയാ. ഇതിന് മാത്രം എന്ത് വിശേഷം എനിക്ക് മമ്മിയോട് പറയാനുള്ളതാണ്. ഒരു കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിട്ടുള്ളത് എൻ്റെ മമ്മിയാണ്. മമ്മിയുടെ കാര്യം നോക്കിയാൽ എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നീയൊന്നും കഴിക്കുന്നില്ലേ? ഇഡ്ഡലിയാ? അമ്മയ്ക്ക് വേറെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലേ? എല്ലാ ദിവസവും ഇഡ്ഡലി. എനിക്കൊന്നും വേണ്ട. ഹലോ മോളെ, എപ്പോ എത്തും? ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കേണ്ട സമയമാകുമ്പോൾ ഞാൻ വന്നോളാം. ആരാ? മമ്മിയാ. പക്ഷെ ഇപ്പം കല്യാണശേഷം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ മമ്മിയെ തന്നെ. മമ്മിയുടെ അടുത്ത് നിന്ന് മാറിക്കഴിഞ്ഞപ്പോഴാണ് മമ്മി എനിക്ക് ശരിക്കും ആരായിരുന്നു എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്ക് മാത്രമല്ല, ലോകത്തിലെ മിക്ക പെൺമക്കൾക്കും അതങ്ങനെ തന്നെ ആയിരിക്കും. വളര് കൈ വളര് തങ്ക പൂങ്കാൽ വളര് താഴമ്പൂമി വളര് നാളേക്കൊരു നിധിയല്ലേ നീ. കൈ വളര് തങ്ക പൂങ്കാൽ വളര് താഴമ്പൂമി വളര്